64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇന്ന് തിരശ്ശീല വീഴവേ സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്യും. നടൻ മോഹൻലാലാണ് മുഖ്യാതിഥിയായി എത്തുക. ജേതാക്കൾക്കുള്ള സ്വർണ്ണക്കപ്പ് മോഹൻലാലാണ് സമ്മാനിക്കുക. ഒന്നാം വേദിയിലാണ് സമാപന സമ്മേളനം നടക്കുക. ഓരോ വാർത്തയിലേക്കും നമുക്ക് പോകാം. അതിനു മുൻപ് ന്യൂസ് ടൈമിലെ പ്രധാന വാർത്തകൾ നോക്കാം. ബി.ജെ.പി. പിന്തുണയോടെ സ്വതന്ത്ര അംഗം പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട മറ്റത്തൂർ പഞ്ചായത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനങ്ങളിലേക്ക് LDF അംഗങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടു. സ്വതന്ത്രൻ KR ഔസേപ്പാണ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ. നാഷണൽ ഹൈവേയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി കനോലി കനാലിൽ ആരംഭിച്ചിട്ടുള്ള ഡ്രഡ്ജിംഗ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്കും കക്കവാരൽ തൊഴിലാളികൾക്കും മത്സ്യക്കൂട് കൃഷി കർഷകർക്കും ഭീഷണിയാകുന്നു. മത്സ്യങ്ങൾ വൻതോതിൽ ചത്തുപോവുകയാണെന്ന് മത്സ്യത്തൊഴിലാളികൾ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് 6 ജില്ലകളിൽ നിന്നും 8 വിദ്യാലയങ്ങളെ ഇരുള നൃത്തം പഠിപ്പിച്ച് ശ്രദ്ധ നേടി അട്ടപ്പാടിയിലെ കമ്മ്യൂണിറ്റി തിയേറ്റർ. പാലക്കാട് ജില്ലാ സമഗ്ര ആദിവാസി വികസന പദ്ധതി കുടുംബശ്രീ മിഷൻ കീഴിൽ 2015 ആരംഭിച്ച യുവജന സംരംഭമാണ് കമ്മ്യൂണിറ്റി തിയേറ്റർ. വിശദമായ വാർത്തകളിലേക്ക് പോകാം. ബി.ജെ.പി. പിന്തുണയോടെ സ്വതന്ത്രാംഗം പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട മറ്റത്തൂർ പഞ്ചായത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനങ്ങളിലേക്ക് LDF അംഗങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി CPM-ലെ CC ബിജുവും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി CPM-ലെ റെനി ജിജീഷും തെരഞ്ഞെടുക്കപ്പെട്ടു. ഇടതുമുന്നണിക്കൊപ്പം ചേർന്ന സ്വതന്ത്രൻ KR ഔസേപ്പാണ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ശ്രീനാരായണപുരത്തെ നാഷണൽ ഹൈവേയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി കനോലി കനാലിൽ ആരംഭിച്ചിട്ടുള്ള ഡ്രഡ്ജിംഗ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്കും കക്കവാരൽ തൊഴിലാളികൾക്കും മത്സ്യക്കൂട് കൃഷി കർഷകർക്കും ഭീഷണിയാകുന്നു. മത്സ്യങ്ങൾ വൻതോതിൽ ചത്തുപോവുകയാണെന്ന് മത്സ്യത്തൊഴിലാളികൾ ചൂണ്ടിക്കാട്ടുന്നു. അനുവദനീയമായതിലും കൂടുതൽ ഡ്രഡ്ജിംഗ് നടത്തുന്നുണ്ടെന്നതാണ് പൊതുവെ ആക്ഷേപം ഉയരുന്നത്. ശ്രീനാരായണപുരത്ത് ഡ്രഡ്ജിംഗ് നടത്തുന്നതിന്റെ ഭാഗമായി പുഴയിലെ വെള്ളത്തിൽ ചെളിയും ഓയിലും കലർന്നതിനാൽ മത്സ്യങ്ങൾ പുഴയിൽ നിന്ന് അപ്രത്യക്ഷമായിട്ടുണ്ട്. പുഴയിലെ മണൽ ഖനനത്തിലൂടെ കക്കയും മണലിനോടൊപ്പം കയറിപ്പോകുന്നു. കനോലി കനാലിൽ ഗ്രാമപഞ്ചായത്തിന്റെ അനുമതിയോടെ മത്സ്യക്കൂട് കൃഷി നടത്തിയവരുടെ മത്സ്യങ്ങൾ വൻതോതിൽ ചത്തുപോവുകയും പകരം പുതിയ കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കാൻ പറ്റാത്ത അവസ്ഥയുമുണ്ട്. കനോലി കനാലിൽ ആരംഭിച്ചിട്ടുള്ള ഡ്രഡ്ജിംഗ് മൂലം പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഉപജീവന മാർഗം നഷ്ടപ്പെടുകയും കൂട് മത്സ്യകർഷകർക്ക് ലക്ഷങ്ങളുടെ നഷ്ടവുമാണ് സംഭവിക്കുന്നത്. ഇതെല്ലാം ചൂണ്ടിക്കാണിച്ച് ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിനും സ്ഥലം MLA-ക്കും മത്സ്യത്തൊഴിലാളികൾ പരാതി നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നം അതീവ ഗൗരവമുള്ളതാണെന്നും ഇതിന് പരിഹാരമുണ്ടാവണമെന്നും സർക്കാർ അനുവദിച്ചിട്ടുള്ള അളവിൽ കൂടുതൽ ഡ്രഡ്ജിംഗ് നടത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന് E.T. ടൈസൺ MLA കത്ത് നൽകിയിട്ടുണ്ട്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ഇത്തവണത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് 6 ജില്ലകളിൽ നിന്നും 8 വിദ്യാലയങ്ങളെ ഇരുള നൃത്തം പഠിപ്പിച്ച് ശ്രദ്ധ നേടി അട്ടപ്പാടിയിലെ കമ്മ്യൂണിറ്റി തിയേറ്റർ. പാലക്കാട് ജില്ലാ സമഗ്ര ആദിവാസി വികസന പദ്ധതി കുടുംബശ്രീ മിഷൻ കീഴിൽ 2015 ആരംഭിച്ച യുവജന സംരംഭമാണ് കമ്മ്യൂണിറ്റി തിയേറ്റർ. ആദിവാസി ഊരുകളെ മുൻനിരയിലേക്ക് എത്തിക്കുവാനാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ കൊടോത്ത് അംബേദ്കർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, CHS സ്കൂൾ, കോഴിക്കോട് ജില്ലയിലെ സിൽവർ ഹിൽ ഹയർ സെക്കൻഡറി സ്കൂളും ഹൈസ്കൂളും, മലപ്പുറം കോട്ടൂർ AKM ഹയർ സെക്കൻഡറി സ്കൂൾ, കോട്ടയം സെന്റ് തെരേസാസ് ഹൈസ്കൂൾ, ആലപ്പുഴ പടനിലം ഹയർ സെക്കൻഡറി സ്കൂൾ, എറണാകുളം കോലഞ്ചേരി ഹൈസ്കൂൾ എന്നീ വിദ്യാലയങ്ങൾക്ക് വേണ്ടിയാണ് ഇരുള നൃത്തത്തിന്റെ പാട്ടും ചുവടും അട്ടപ്പാടി കമ്മ്യൂണിറ്റി തിയേറ്റർ പഠിപ്പിച്ചു നൽകിയത്. കമ്മ്യൂണിറ്റി തിയേറ്റർ ഡയറക്ടറും പിന്നണി ഗാന ഗായകനും സംഗീത സംവിധായകനുമായ സുധീഷ് മരുതളത്തിന്റെ നേതൃത്വത്തിൽ 8ഓളം പേർ മാസങ്ങളോളം പ്രയത്നിച്ചാണ് ഇവരെ വേദിയിലെത്തിച്ചത്. ഇതിൽ 4 വിദ്യാലയങ്ങൾക്ക് A ഗ്രേഡ് നേടാനും സാധിച്ചു. കമ്മ്യൂണിറ്റി തിയേറ്ററിലെ അധ്യാപകരായ സജീഷ് ചന്ദ്രൻ, ഗജേന്ദ്രൻ കുലുക്കൂര്, അനീഷ് പ്ലാമരം, അരവിന്ദ് പ്ലാമരം, അജയ് പ്ലാമരം, കൃഷ്ണദാസ് ഭൂതി വഴി, അനീഷ് പുലിയറ എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകുന്നു. A ഗ്രേഡ് ലഭിച്ചതിനെ തുടർന്ന് വിദ്യാർത്ഥികളും അധ്യാപകരും തേക്കിൻകാട് മൈതാനത്തിൽ ഇരുള നൃത്തം അവതരിപ്പിച്ചത് ശ്രദ്ധേയമായി.
മീഡിയ ടൈം, തൃശൂർ. വാർത്തകൾ തുടരുന്നു. മാടവന പടിഞ്ഞാറെ മുഹിയുദ്ദീൻ ജമാഅത്ത് കമ്മിറ്റി ചന്ദ്രാപിന്നി വിംബിൾ അക്കാദമിയുടെ സഹകരണത്തോടെ സൗജന്യ പഠന പ്രശ്ന നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ നൌഷാദ് കറുകപ്പാടത്ത് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. എറിയാട് പ്രദേശത്തിനൊരു പ്രത്യേകതയുണ്ട്. മുസ്ലിം നവോത്ഥാനത്തിന് നേതൃത്വം കൊടുത്തൊരു പ്രദേശമാണ് എറിയാട്. നമുക്ക് എല്ലാവർക്കും അറിയാം. മാത്രവുമല്ല, ജന്മത്വത്തിനെതിരെ കാർഷിക മുന്നേറ്റങ്ങളുണ്ടായ വലിയ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തൊരു നാട് കൂടിയാണ് നമ്മുടേത്. അതിൻ്റെ പിന്തുടർച്ച തന്നെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ മഹല്ലുകാർ പൊതുവെ എടുക്കുന്ന പരിപാടികൾ മതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൈകാര്യം ചെയ്യുവാനാണ് മിക്ക മഹല്ലും താല്പര്യം കാണിക്കാറ്. അതിലുപരിയായി ഈ നാടിൻ്റെ ഏറ്റവും സവിശേഷമായ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു മേഖലയിലേക്ക് തങ്ങളുടെ പ്രവർത്തനം കൊണ്ടുപോകുന്നതിൻ്റെ ഒരു തുടക്കമാണ് ഇവിടെ നടക്കുന്നത്. മഹല്ല് വൈസ് പ്രസിഡന്റ് TS മുഹമ്മദ് ഹസൻ അധ്യക്ഷത വഹിച്ചു. വിംസ് അക്കാദമി ഡയറക്ടർ ഫൈസൽ CA മുഖ്യപ്രഭാഷണം നടത്തി. EV വർഷ, KP ഷമീന, ഫാത്തിമ സുഹറ, ഷജീല ഷിഹാസ്, ഫാത്തിമ മനാഫ്, ഡോക്ടർ സൗമ്യ സുനിൽ, സ്വാലിഹ PM, ആർഷ EM, സബിത, റംല VM എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. മാലിങ്കര എഞ്ചിനീയറിംഗ് കോളേജിലെ വാർഷിക PTA ജനറൽ ബോഡി നടന്നു. HMDP സഭാ പ്രസിഡന്റ് KV അനന്തൻ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. മറ്റുള്ളവരിൽ കുറച്ച് കുറവെന്നാണ് എനിക്ക് തോന്നുന്നത്. രക്ഷാകർത്താക്കളുടെ മൊത്തത്തിൽ അതെന്താണെന്ന് അറിയില്ല. ഒരു കാര്യം ഞാൻ പറയാം, ഇവിടുത്തെ നിലവിലുള്ള കമ്മിറ്റിക്കാർ അവർ സ്വന്തം സ്ഥാപനം പോലെ തന്നെ കരുതിക്കൊണ്ടാണ് അവരുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. വളരെ ആത്മാർത്ഥമായിട്ട് ഈ സ്ഥാപനത്തിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളൊക്കെ വയ്ക്കുന്നവരാണ്, അതിനുവേണ്ടി സഹായിക്കുന്നവരാണ്. ഇനിയിപ്പോൾ പുതിയൊരു കമ്മിറ്റി അവരും ഇതുപോലെ തന്നെ നല്ല സഹായകരമായ നിലപാടുള്ളവരാകും എന്ന് വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത് രക്ഷാകർത്താക്കളുടെ മൊത്തത്തിൽ എന്തെങ്കിലും കുറവ് പോലെ തോന്നുന്നു. PTA വൈസ് പ്രസിഡന്റ് ഡോക്ടർ രേഖ ദേവദാസ് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ P ആത്മാറാം, NV ചിത്ര, KS ബാലസുബ്രഹ്മണ്യം, അഭിജിത്ത് ബാബു, സാബു KG, CS പ്രസാദ് എന്നിവർ സംസാരിച്ചു. കുന്നുകരയിൽ അക്രമാസക്തമായി അലഞ്ഞു നടന്ന പോത്തിനെ പറവൂർ അഗ്നിരക്ഷാ നിലയ സേനാംഗങ്ങൾ പിടിച്ചുകെട്ടി. പോത്ത് 3 ദിവസമായി അലഞ്ഞു നടക്കുകയാണെന്നും പോത്തിന്റെ ഉടമസ്ഥനും നാട്ടുകാരും കിണഞ്ഞു പരിശ്രമിച്ചിട്ടും പോത്തിനെ പിടിക്കാൻ കഴിയുന്നില്ല എന്നും നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്നാണ് അഗ്നിരക്ഷാസേന എത്തിയത്. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് പോത്തിനെ പിടിച്ചുകെട്ടിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. BJP പിന്തുണയോടെ സ്വതന്ത്ര അംഗം പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട മറ്റത്തൂർ പഞ്ചായത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനങ്ങളിലേക്ക് LDF അംഗങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടു. സ്വതന്ത്രൻ KR ഔസേപ്പാണ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ. നാഷണൽ ഹൈവേയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി കനോലി കനാലിൽ ആരംഭിച്ചിട്ടുള്ള ഡ്രഡ്ജിംഗ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്കും കക്കവാരൽ തൊഴിലാളികൾക്കും മത്സ്യക്കൂട് കൃഷി കർഷകർക്കും ഭീഷണിയാകുന്നു. മത്സ്യങ്ങൾ വൻതോതിൽ ചത്തുപോവുകയാണെന്ന് മത്സ്യത്തൊഴിലാളികൾ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് 6 ജില്ലകളിൽ നിന്നും 8 വിദ്യാലയങ്ങളെ ഇരുള നൃത്തം പഠിപ്പിച്ച് ശ്രദ്ധ നേടി അട്ടപ്പാടിയിലെ കമ്മ്യൂണിറ്റി തിയേറ്റർ. പാലക്കാട് ജില്ലാ സമഗ്ര ആദിവാസി വികസന പദ്ധതി കുടുംബശ്രീ മിഷൻ കീഴിൽ 2015 ആരംഭിച്ച യുവജന സംരംഭമാണ് കമ്മ്യൂണിറ്റി തിയേറ്റർ. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.